ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനം കാണിക്കണം കേട്ടോ. സാധാരണ കടയിലൊന്നും കിട്ടുന്ന ഒരു ഐറ്റം അല്ല, പക്ഷേ ഉത്സവപ്പറമ്പിലൊക്കെ ചിലപ്പോൾ വളരെ യാദൃച്ഛികമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ഭരണി കാണാൻ വേണ്ടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഒരു സാധനം പെട്ടെന്ന് വിൽക്കാൻ വരുന്നു. മറ്റേ ചൂടപ്പം വിറ്റ പോലെ ടപ്പയെന്ന് പറഞ്ഞാൽ എല്ലാവരും മേടിച്ചിട്ട് പോകുന്നു. 30 രൂപയാണ് ആ ചേട്ടൻ വിറ്റ സാധനം കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഞാനത് തുറന്ന് കാണിച്ചു തരാം. 30 രൂപയ്ക്ക് നമ്മൾ മേടിച്ചതാണ് കേട്ടോ. ഏതായാലും നമ്മൾ 2 എണ്ണം മേടിച്ചപ്പോൾ ഇതാണ് സാധനം. അതായത് ഒരു എലിയുടെ തല പോലത്തെ ഒരു തലയും അണ്ണാൻ്റെ പാല് പോലത്തെ ഒരു സാധനം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇപ്പോൾ പെട്ടെന്ന് ഓടണ ഒരു വിഷ്വൽ നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ സംഭവം സിമ്പിളാണ്. റബ്ബർ ബാൻഡാണ് എല്ലാം. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വളരെ നിസ്സാരമായിട്ട് ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. പണ്ടത്തെ കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഐറ്റം. അപ്പോൾ അതിൻ്റെ നൂലിൻ്റെ ഒരു അറ്റത്ത് ചെറിയൊരു സ്ട്രോയുടെ ഒരു പീസും ആൾ കെട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നൂലകത്തേക്ക് പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ സ്ട്രോ മാറ്റി കഴിഞ്ഞാൽ ഈ നൂല് വെറുതെ വലിച്ചാൽ മതി. അപ്പോൾ ഈ വീൽ അവിടെ കിടന്ന് കറങ്ങിക്കോളും. കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഇതുമേലാണ് മൊത്തം ഫംഗ്ഷൻ. ഇത് നമ്മൾ കാണിച്ചു തരാം. സിമ്പിൾ പരിപാടിയാണ്. ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് ഓടിക്കാം. സിമ്പിൾ പരിപാടി. അതായത് 30 രൂപയ്ക്ക് ആൾക്കാർ കാണുമ്പോൾ തന്നെ 30 രൂപ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് 2 എണ്ണം വെച്ചുള്ള പരിപാടി ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതിനെടുത്താൽ മതി. ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ എലിയുടെ പോലത്തെ ഒരു തലയും ഏകദേശം അണ്ണാൻ്റെ പോലത്തെ ഒരു വാലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എലിയണ്ണ എന്നൊരു പേരിട്ടതാണ്. നമ്മൾ തന്നെ ഇട്ട പേരാണ്. പ്രത്യേകിച്ച് പേരുന്നാളൊന്നും ഇല്ല ഇതിന്. നമ്മൾ തന്നെ ഒരു പേരിട്ട് കൊടുത്താണ് എലിയണ്ണ എന്ന്. അപ്പോൾ സംഭവം കിടലിനായിട്ടുണ്ട്. കാണുമ്പോൾ അടിപൊളിയാണ്. ഓക്കെ, ഇതിൻ്റെ നൂല് ഒരു വടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതൽ കിട്ടും. അതായത് നമ്മൾ കൈ അനക്കണതും കൈ അനക്കാതെ വടി വെച്ച് അനക്കണതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഞാനത് കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ 2 എലിയണ്ണാൻ്റെയും നൂല് ഒരു വടിയിൽ കെട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ 2 അണ്ണാന്മാരെയും ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ഇത് ഓടാൻ പറ്റും. നമ്മൾ വടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വടി വെറുതെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ റബ്ബർ ബാൻഡിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ഡയറക്ഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തോന്നണ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് ഒരാൾ കാണുമ്പോൾ നമ്മൾ അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മുടെ മുമ്പിൽ കിടന്ന് 2 അണ്ണാന്മാർ ഇങ്ങനെ ഓടിടക്ക് കാണുമ്പോൾ ആളുകൾ ആദ്യം വിചാരിക്കും എന്തെങ്കിലും ഒരു ജീവിയാണെന്ന് വിചാരിക്കും. പിന്നെ ഓർക്കും ഇത് ബാറ്ററി ഇട്ടേക്കണ എന്തെങ്കിലും സംഭവമാണെന്ന് ഓർത്ത് അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു. പിന്നെ ശ്രദ്ധിച്ചു വന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് 2 നൂല് പോയേക്കണം മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്കിനി എയ്തിൽ വാമനെ ഒന്ന് പേടിപ്പിച്ച് നോക്കാം. നമ്മുടെ ചേട്ടൻ്റെ മക്കളാണ് ആദ്യം ഇത് കണ്ടേച്ചത്. എയ്തിൽ വാവ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എയ്തിൽ വാവനെ നമ്മളൊന്ന് പേടിപ്പിച്ച സീനാണ് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. സംഭവം നിസ്സാരമായിട്ടുള്ളൊരു ടോയ് ആണെങ്കിലും സംഭവം വളരെ കൗതുകകരമായിട്ടുള്ളൊരു സാധനമാണ്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് നോക്കി നിന്നു പോകുന്നൊരു ടോയ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചാണ് ആദ്യം സൂചിപ്പിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ 30 രൂപക്കാണ് നമ്മൾ മേടിച്ചെങ്കിലും 10 രൂപയുടെ സാധനം പോലും ആ ഒരു ടോയ്മേലില്ല. പക്ഷേ അത് 30 രൂപയല്ല 50 രൂപ അയാൾ പറഞ്ഞിരുന്നെങ്കിലും അത് നമ്മൾ മേടിക്കുമായിരുന്നു. കാര്യം അത്രയ്ക്ക് കൗതുകകരമായിട്ടാണ് പുള്ളി അത് അവിടെ കാണിച്ചതും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇഷ്ടംപോലെ കച്ചവടം അവിടെ നടന്നു പോയതും. അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു എലിയണ്ണാനെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിലവർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം അയച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ഇതിൻ്റെ പുറകെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാൻ പുറകെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലും പള്ളൂരത്തിലാണ് നമ്മുടെ സ്വന്തം വീട്ടിലും വൈപ്പിലുള്ള നമ്മുടെ വൈഫ് ഹൗസിലും വെച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ 2 വീടും റിനോവേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈഫ് ഹൗസ് കഴിഞ്ഞ ദിവസം നമ്മൾ റിനോവേഷൻ ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ പുതിയ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി കണ്ടേക്കാം. അത് പിന്നെ അത് നമ്മുടെ പുതിയ ചാനലിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ആ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ വളരെ താഴ്മയോടെ തന്നെ പറയുകയാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ അരുൺ സ്റ്റക്കാൻ ട്രാവൽ എന്ന് പറയുന്ന ഈ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.